പ്രണയം, സ്നേഹം ഈ വാക്കുകൾക്കെല്ലാം തന്നെ നിർവചനാതീതമായ അർത്ഥമുണ്ട്. പുരാണങ്ങളിൽ നോക്കിയാൽ പ്രണയത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രണയത്തിന്റെ പവിത്രത സംരക്ഷിക്കുന്നതിന് വേണ്ടി ജീവത്യാഗം ചെയ്തവരെ വരെ നമുക്ക് കാണാൻ കഴിയും. എന്തിനേറെ പറയുന്നു, ഏറ്റവും വലിയ പ്രണയ സ്മാരകമായ താജ്മഹൽ പോലും നമ്മളുടെ ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധങ്ങളിൽ ചിലതെങ്കിലും പ്രണയത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രണയം കാരണം ഉണ്ടായതാണ്. ഇങ്ങനെ പ്രണയത്തിന്റെ പവിത്രതയെക്കുറിച്ച് കേട്ടിരുന്ന നമ്മളെല്ലാവരും 2022 ഒക്ടോബർ മാസം മുതൽ പ്രണയത്തിന്റെ പേരിൽ ഒരു പെൺകുട്ടി നടത്തിയ ക്രൂരമായ കൊലപാതകത്തിന്റെ കഥകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് വെറും ഒരു കഥയല്ല, അത് നടന്ന സംഭവമാണ്. ഗ്രീഷ്മ കന്യാകുമാരി ജില്ലയിലെ അഴകിയ മണ്ഡപം മുസ്ലിം കോളേജിലെ സെക്കൻഡ് ഇയർ MA ഇംഗ്ലീഷ് വിദ്യാർത്ഥിയാണ്. നെയ്യൂർ ക്രിസ്ത്യൻ കോളേജിലെ തേർഡ് ഇയർ BSc റേഡിയോളജി വിദ്യാർത്ഥിയാണ് ഷാരോൺ. ഇരുവരും രാമവർമ്മൻ ചിറയിൽ നിന്നും തമിഴ്നാട്ടിലെ വെല്ലൂരിലേക്കുള്ള യാത്രക്കിടയിലാണ് കാണുന്നത്. പിന്നീട് ആ പരിചയം ഒരു സൗഹൃദമായും അത് പിന്നീട് പ്രണയമായി വളരുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ അഗാധമായ പ്രണയത്തിനൊടുവിൽ ഇരുവരും വിവാഹിതരാവാൻ തീരുമാനിക്കുന്നു. ഗ്രീഷ്മയുടെ നിർബന്ധപ്രകാരം ഒരിക്കൽ ഷാരോണിന്റെ വീട്ടിൽ വെച്ച് ഷാരോൺ ഗ്രീഷ്മയുടെ കഴുത്തിൽ താലി ചാർത്തുന്നു. പിന്നീട് വെട്ടുകാട് പള്ളിയിൽ വെച്ച് വീണ്ടും വിവാഹിതരാകുന്നു. താലികെട്ട് തന്റെ ഭാര്യയായി സ്വീകരിച്ച ഗ്രീഷ്മയെ ഷാരോൺ തന്റെ ജീവനായി സ്നേഹിച്ചു പോന്നു. അതേപോലെ തന്നെ താലി കെട്ടിയതിൻ്റെയും ഹോട്ടൽ മുറിയിലെ സ്വകാര്യ നിമിഷങ്ങളുടെയും ഫോട്ടോകളെല്ലാം തന്നെ ഷാരോൺ ഒരു നിധി പോലെ സൂക്ഷിച്ചു വെച്ചു. എന്നാൽ പതിവ് പോലെ ഇവരുടെ പ്രണയം വീട്ടുകാർ അറിയുകയും രണ്ട് മതവിഭാഗമായതുകൊണ്ട് തന്നെ ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് എതിർപ്പ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഷാരോണുമായുള്ള എല്ലാ ബന്ധവും താൻ ഉപേക്ഷിച്ചു എന്ന് ഗ്രീഷ്മ വീട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. അതിനുശേഷം ഗ്രീഷ്മയുടെ അച്ഛനും അമ്മയും അമ്മാവനും ചേർന്ന് പുതിയ വിവാഹാലോചനകൾ തുടങ്ങുന്നു. അങ്ങനെ ഫെബ്രുവരി മാസത്തിൽ ഒരു ആർമി ഉദ്യോഗസ്ഥനുമായി ഗ്രീഷ്മയുടെ വിവാഹ നിശ്ചയം നടക്കുന്നു. വിവാഹ നിശ്ചയത്തിന് ശേഷം ഷാരോണും ഗ്രീഷ്മയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എങ്കിലും താൻ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഷാരോണിന്റെ കൂടെ ഇറങ്ങി വരുമെന്ന് ഗ്രീഷ്മ ഉറപ്പു നൽകുന്നു. അങ്ങനെ മെയ് മാസം മുതൽ വീണ്ടും ഇരുവരും കൂടുതൽ അടുക്കുകയും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് യാത്ര പോവുകയും ചെയ്യുന്നു. 2022 ഒക്ടോബർ 13 രാത്രി ഗ്രീഷ്മ ഷാരോണിനെ വിളിക്കുകയും രണ്ടുപേരും ഏകദേശം 1 മണിക്കൂറോളം സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. 2022 ഒക്ടോബർ 14 രാമവർമ്മൻ ചിറയിലെ തന്റെ വീട്ടിലേക്ക് വരാൻ ഗ്രീഷ്മ ഷാരോണിനെ ക്ഷണിക്കുകയായിരുന്നു. പിറ്റേ ദിവസം തന്റെ കൂട്ടുകാരനായ റെജിന്റെ കൂടെ ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പുറപ്പെടുന്നു. ഷാരോൺ അതിനു മുൻപും അവിടെ പോയിട്ടുണ്ട്. അങ്ങനെ വീടിന് അടുത്തെത്താറായപ്പോൾ രണ്ടുപേർ ഗേറ്റിന് പുറത്തേക്ക് പോകുന്നതായി കണ്ടുവെങ്കിലും അത് ഗ്രീഷ്മയുടെ അമ്മയും അമ്മാവനുമാണെന്ന് ഷാരോൺ തന്റെ കൂട്ടുകാരനായ റെജിനോട് പറയും. റെജിൻ ബൈക്കുമായി വഴിയരികിൽ തന്നെ കാത്തു നിൽക്കുകയാണ്. ഷാരോൺ തന്റെ പ്രാണനായ ഗ്രീഷ്മയെ കാണാനായി വീടിനകത്തേക്ക് പോകുന്നു. ഏകദേശം 20 മിനിറ്റോളം ഷാരോണും ഗ്രീഷ്മയും വീടിനകത്തെ ഹാളിൽ സംസാരിച്ചു നിന്നു. ആദ്യം പ്രണയത്തോടെ സംസാരിച്ചു തുടങ്ങിയ ഗ്രീഷ്മ തന്റെ വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ച് തനിക്ക് ഒരിക്കലും ഷാരോണിന്റെ കൂടെ ഇറങ്ങി വരാൻ കഴിയില്ല എന്ന് തീർത്തു പറഞ്ഞു. എന്നാൽ ഗ്രീഷ്മ ഇല്ലാതെ ഒരു ജീവിതമില്ല എന്ന് ഷാരോണും തീർത്ത് പറയുകയായിരുന്നു. വീട്ടുകാർ കൊണ്ടുവന്ന പുതിയ ബന്ധത്തിൽ തൃപ്തിയായിരുന്ന ഗ്രീഷ്മ ഷാരോണിനെ ഒഴിവാക്കുന്നതിനെ കുറിച്ച് വളരെ മുൻപേ തന്നെ ചിന്തിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ ഷാരോണിനെ അത്ര വേഗത്തിൽ ഒഴിവാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഗ്രീഷ്മ ഷാരോണിനെ വകവരുത്തുന്നതിനെ കുറിച്ചും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ജ്യൂസ് ചാലഞ്ച് എന്ന പേരിൽ വിഷം ചേർത്ത ജ്യൂസ് ഷാരോണിന് കുടിക്കാനായി ഗ്രീഷ്മ നൽകുകയും എന്നാൽ ജ്യൂസിന് എന്തോ രുചി വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ് ഷാരോൺ അത് കഴിക്കാതിരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ജ്യൂസിലോ മറ്റു ഭക്ഷണ പദാർത്ഥത്തിലോ വിഷം ചേർത്ത് നൽകിയാൽ ഷാരോൺ കഴിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഗ്രീഷ്മ പിന്നെ എങ്ങനെ ഷാരോണിനെ വകവരുത്താം എന്നതിനെ കുറിച്ച് വളരെ അഗാധമായി ചിന്തിച്ചു. ഇന്റർനെറ്റുകളിൽ കൂടുതൽ പരതിക്കൊണ്ടിരുന്നു.
എന്നാൽ അവസാനം ഗ്രീഷ്മ തന്നെ ഒരു വഴി കണ്ടെത്തുകയായിരുന്നു. താൻ കഴിക്കുന്ന മരുന്നാണെന്ന് പറഞ്ഞ് ഒരു കഷായം ടേസ്റ്റ് ചെയ്യാൻ നൽകുക. അത് ഒരു ഗ്ലാസ് മുഴുവനായും കഴിക്കാൻ കഴിയില്ല എന്ന് ഷാരോണിനോട് ചലഞ്ച് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ തന്റെ പ്രാണനായ ഗ്രീഷ്മ വളരെ ബുദ്ധിമുട്ടി കഴിക്കുന്ന കഷായം ഷാരോണും വളരെ ബുദ്ധിമുട്ടി തന്നെ ഒരു ഗ്ലാസ് മുഴുവനായും കഴിക്കുന്നു. എന്നാൽ അതിൽ വിഷം ചേർത്തിട്ടുണ്ട് എന്ന് ഒരിക്കലും ഷാരോൺ മനസ്സിലാക്കിയിരുന്നില്ല. കഷായം കഴിച്ചതിന് ശേഷം ഉടനെ തന്നെ ഷാരോൺ ആ ഹാളിൽ ഛർദ്ദിക്കുന്നു. എന്നാൽ അത് കഷായത്തിന്റെ കയ്പ് കൊണ്ടാണെന്ന് പറഞ്ഞ് ഗ്രീഷ്മ വീണ്ടും ജ്യൂസ് കഴിക്കാനായി നൽകുകയും ഷാരോൺ അത് കഴിക്കുകയും ചെയ്യുന്നു. പിന്നീട് വീടിന് പുറത്തേക്ക് വന്ന ഷാരോൺ വീണ്ടും ഛർദ്ദിക്കുന്നു. തന്റെ സുഹൃത്തായ റെജിന്റെ ബൈക്കിനടുത്ത് എത്തിയ ഷാരോൺ വീണ്ടും അവിടെയും ഛർദ്ദിക്കുകയാണ്. തന്റെ ഛർദ്ദിലുള്ള നിറവ്യത്യാസം കണ്ട ഷാരോൺ അപ്പോൾ തന്നെ ഗ്രീഷ്മ തന്നെ ചതിച്ചു എന്ന് റെജിനോട് പറയുകയും ചെയ്യുന്നു. പിന്നീട് ഇരുവരും ബൈക്കിൽ വീട്ടിലേക്ക് യാത്രയാവുകയും വീട്ടിലെത്തിയ ഷാരോൺ ഛർദിയും വയറിളക്കവും കാരണം അവശനാവുകയും ചെയ്യുന്നു. വൈകുന്നേരമായപ്പോൾ അച്ഛനും അമ്മയും ചേട്ടനും കൂടെ പാറശാല ഹോസ്പിറ്റലിലേക്ക് ഷാരോണിനെ കൊണ്ടുപോവുകയും അവിടെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ഷാരോണിന്റെ നില വളരെ ഗുരുതരമായി മാറിയിരുന്നു. ആന്തരികാവയവങ്ങൾ തകരാറിലായ രക്തം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഷാരോണിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഒക്ടോബർ 17-ന് വൃക്കകൾ തകരാറിലാവുകയും ഡയാലിസിസ് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴും ഷാരോൺ ഗ്രീഷ്മ തനിക്ക് കഷായം തന്ന കാര്യം ആരോടും പറഞ്ഞിരുന്നില്ല. പകരം ജ്യൂസ് ആണ് നൽകിയത് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒക്ടോബർ 20 മജിസ്ട്രേറ്റ് നേരിട്ട് വന്ന് ഷാരോണിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഒക്ടോബർ 22 ശ്വാസതടസ്സം അനുഭവപ്പെട്ട ഷാരോണിന് ഓക്സിജൻ ട്യൂബ് ഘടിപ്പിക്കുകയും പിന്നീട് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയുമായിരുന്നു. താൻ മരിക്കാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കിയ അവസാന നിമിഷത്തിൽ ഷാരോൺ എല്ലാ സത്യവും തന്റെ അച്ഛനോട് തുറന്നു പറയുകയായിരുന്നു. ഗ്രീഷ്മ തനിക്ക് ജ്യൂസ് അല്ല, പകരം കഷായമാണ് കഴിക്കാൻ നൽകിയത് എന്നും അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഛർദിലും മറ്റ് അവശതകളും ഉണ്ടായത് എന്നും പറയുന്നു. അതിനുശേഷം വീട്ടുകാർ ഷാരോണിന്റെ ഫോൺ പരിശോധിക്കുകയും അതിൽ നിന്നും ഇവർ മുൻപ് നടത്തിയ ജ്യൂസ് ചലഞ്ചിനെ കുറിച്ചുള്ള വീഡിയോകളെല്ലാം കാണാനിടയാവുകയും ചെയ്യും. ഈ ജ്യൂസ് ചലഞ്ച് വീഡിയോ കണ്ട വീട്ടുകാർക്ക് അതിൽ ചില സംശയങ്ങൾ തോന്നുകയും അവർ പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നു. തുടർന്ന് ഷാരോണിന്റെ ചേട്ടൻ ഗ്രീഷ്മയെ വിളിച്ച് സംസാരിക്കുന്നു. എന്ത് കഷായമാണ് നൽകിയതെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് കഷായത്തിന്റെ പേര് അറിയില്ല എന്നും അതിന്റെ സ്റ്റിക്കർ ഇളകിപ്പോയി എന്നും അത് മരുന്ന് തന്റെ അമ്മയാണ് എടുത്തു നൽകുന്നത് എന്നുമൊക്കെയുള്ള വിവിധ തരത്തിലുള്ള ഉത്തരങ്ങളാണ് ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഗ്രീഷ്മയുടെ ഈ വൈരുദ്ധ്യങ്ങളിൽ സംശയം തോന്നിയ ഷാരോണിന്റെ ചേട്ടനും ബന്ധുക്കളും പിന്നീട് പോലീസിലേക്ക് പോവുകയായിരുന്നു. 2022 ഓഗസ്റ്റ് മാസം മുതൽ ഷാരോണും ഗ്രീഷ്മയും പലതരത്തിലുള്ള ജ്യൂസ് ചലഞ്ചുകൾ നടത്തുന്നതിന്റെ വീഡിയോകൾ ഷാരോണിന്റെ ഫോണിൽ റെക്കോർഡഡ് ആയിരുന്നു. ഈ വീഡിയോകൾ പരിശോധിച്ചതിൽ നിന്ന് എല്ലാം തന്നെ ഷാരോൺ ഗ്രീഷ്മയോട് ചോദിക്കുന്നുണ്ട് ഇത് എന്ത് തരം ചലഞ്ചാണ് എന്ന്. എന്നാൽ ഗ്രീഷ്മ ഇതിന് വ്യക്തമായ ഒരു ഉത്തരം ആ വീഡിയോയിലും നൽകുന്നില്ല. ഈ വീഡിയോകളെല്ലാം തന്നെ പലതരത്തിലുള്ള സംശയത്തിന് വഴിവെക്കുകയും വീട്ടുകാർ പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പക്ഷെ ആ കുടുംബത്തിന്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായി 11 ദിവസം ഹോസ്പിറ്റലിൽ നരകയാതന അനുഭവിച്ചു. ഒരൽപ്പം വെള്ളം ഇറക്കാനോ ഒരൽപ്പം ഭക്ഷണം കഴിക്കാനോ കഴിയാതെ ആന്തരികാവയവങ്ങൾ അഴുകി ദ്രവിച്ച് ചോര ഛർദിച്ച് ഇഞ്ചിഞ്ചായി ഷാരോൺ രാജ് എന്ന ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായിരുന്ന യുവാവ് 2022 ഒക്ടോബർ 25-ന് മരണത്തിന് കീഴടങ്ങി. ഷാരോണിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം കുടുംബം ഒക്ടോബർ 26 പോലീസ് സ്റ്റേഷനിലേക്ക് വീണ്ടും പോകുന്നു. ഒക്ടോബർ 28-ന് ഗ്രീഷ്മയെ മൊഴിയെടുക്കാനായി പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. എന്നാൽ വളരെ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറുന്നത്. പോലീസ് സ്റ്റേഷനിൽ ഗ്രീഷ്മ ബോധം കെട്ട് വീഴുന്നു. പിന്നീട് കേസ് അന്വേഷിച്ചിരുന്ന SI AS സജിനെ വിളിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഗ്രീഷ്മയുടെ അച്ഛൻ, അമ്മ, അമ്മാവൻ, കസിനായിട്ടുള്ള പ്രശാന്തിനി എന്നിവരെ അറസ്റ്റ് ചെയ്യുന്നു. ഷാരോണിന്റെ ചേട്ടനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ കോകിലാഷൻ കഷായം തന്റെ കസിനായിട്ടുള്ള പ്രശാന്തിനിയാണ് നൽകിയത് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കസിൻ പ്രശാന്തിനിയെ അറസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ
ഗ്രീഷ്മ തന്നെ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ താൻ പറയുകയായിരുന്നു എന്ന് പറഞ്ഞ് പ്രശാന്ത് ഇനി കേസിൽ നിന്ന് ഊരിപ്പോകുന്നു. ഗ്രീഷ്മയുടെ നുണകൾ ഓരോന്നായി പൊളിയാൻ തുടങ്ങി. ക്യാപിക് എന്ന കളനാശിനിയാണ് കഷായത്തിൽ ചേർത്ത് നൽകിയത് എന്ന് ഗ്രീഷ്മയ്ക്ക് സമ്മതിക്കേണ്ടതായി വരുന്നു. ഗ്രീഷ്മയുടെ മൊഴി ഇങ്ങനെയാണ്: 13-ാം തീയതി രാത്രി ഏകദേശം 1 മണിക്കൂറോളം ഷാരോണും ഗ്രീഷ്മയും പ്രണയത്തിൽ സംസാരിച്ചു. 14-ാം തീയതി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനായി ഷാരോണിനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. അതിനുശേഷം ഇരുവരും നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് എങ്കിലും ഷാരോണിനെ ഒഴിവാക്കുന്നതിനായി കഷായത്തിൽ കളനാശിനി ചേർത്ത് നൽകുകയായിരുന്നു. 2023 ജനുവരി 25-ന് പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നു. പിന്നീട് നീണ്ട 2 വർഷങ്ങൾക്കിപ്പുറം 2025 ജനുവരി 17-ന് കേസ് കോടതിയിൽ എടുക്കുകയും അമ്മയെ വെറുതെ വിടുകയും അമ്മാവനും ഗ്രീഷ്മയും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. 2025 ജനുവരി 20-ന് ഗ്രീഷ്മയെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. ആത്മാർത്ഥമായി പ്രണയിച്ചതിന്റെ പേരിൽ 25 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവിനെ വളരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ഗ്രീഷ്മയ്ക്ക് നീതിന്യായ കോടതി പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകിയെങ്കിലും മനസാക്ഷിക്ക് മുന്നിൽ ഗ്രീഷ്മ മാപ്പർഹിക്കുന്നില്ല.